എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെഡി ട്രാക്ക് ഡിസ്കസ് ചെയ്യുന്ന വിഷയം തൈറോയിഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ആരതി രാകേഷാണ്. വെൽക്കം മാം. താങ്ക് യു ഡോക്ടർ, മനുഷ്യ ശരീരത്തിൽ തൈറോയിഡ് ഗ്രന്ഥി, ഇപ്പോൾ ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചത്, തൈറോയിഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന പ്രോമിനൻ്റായുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ ഒന്നുകിൽ കഴുത്തിന് മുൻവശത്തായി മുഴകളായോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് വരുന്ന പ്രശ്നങ്ങളായോ പ്രസൻറ്റ് ചെയ്യാം. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ വരുന്ന പ്രശ്നങ്ങൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുന്നത് കൊണ്ട്, അതായത് ഹൈപ്പർ തൈറോയിഡിസം എന്ന അവസ്ഥയും പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥയും ഉണ്ടാകും. ഓക്കെ. ഇപ്പം മാഡം, ഇപ്പം നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു, ശരീരത്തിൽ വേദന ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു രോഗാവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ അതേക്കുറിച്ച് കോഷ്യസ് ആവും. ഇപ്പം കഴുത്തിൻ്റെ താഴെ ആ സ്വെല്ലിങ് നമ്മൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കതൊരു കോഷ്യസ് ആവാനുള്ളൊരു നോട്ട്സ് തരും നമുക്ക്, അല്ലെങ്കിൽ ചില ടിപ്സ് ആയിരിക്കും. നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ അടുത്തൊക്കെ പോകും. തൈറോയിഡ് ഗ്രന്ഥി സൈലൻ്റായി കാണിക്കുന്ന ചില റിയാക്ഷൻസോ ചില സിംറ്റംസോ എന്തൊക്കെയായിരിക്കും? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് വരുന്ന വ്യതിയാനങ്ങൾ അതൊരു പക്ഷേ മുഴകൾ ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ കൂടെ ചിലപ്പോൾ മുഴകൾ അതിൻ്റെ കൂടെ ഉണ്ടാവാം, ചിലപ്പോൾ മുഴകളില്ലാതെ തന്നെ പ്രവർത്തനത്തിന് മാത്രം ഒരു വ്യതിയാനങ്ങളായിട്ട് വരാം. ഹൈപ്പർ തൈറോയിഡിസം എന്ന അവസ്ഥയിൽ ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുന്നത് കാരണം ഈ ഹോർമോൺസിൻ്റെ ലെവൽ ഒരുപാട് കൂടും. ഹോർമോൺസിൻ്റെ ലെവൽ കൂടുന്ന സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഉറക്കമില്ലായ്മ, മുടി കൊഴിച്ചിൽ, ദേഹം മെലിഞ്ഞു വരുന്ന ഒരവസ്ഥ, ഡയേറിയ, മെൻസസിൽ വരുന്ന ചേഞ്ചസ്, അതേപോലെ എപ്പോഴും ഒരു ചൂടെടുക്കുന്ന ഒരു ഹീറ്റ് ഇൻടോളറൻസ്, തീരെ ചൂട് സഹിക്കാൻ പറ്റാതെ വളരെ സ്വെറ്റിങ് കൂടുതൽ, ഈ രീതിയിൽ ഒരു വേഗമായിട്ടുള്ള പല സിംറ്റംസ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥ ഇതിന് നേരെ വിപരീതമായി വരുന്ന ഒരു പ്രസൻറ്റേഷൻ, അതായത് കുറച്ച് നല്ലോണം വെയിറ്റ് കൂടിയിട്ട് നല്ല ഒബീസിറ്റി, പേഷ്യൻ്റ് പെട്ടെന്ന് വണ്ണം കൂടുന്നു, ബ്ലൗസ് എല്ലാം ടൈറ്റ് ആവുന്നു. അതുകൂടാതെ തന്നെ അതിൻ്റെ കൂടെ എപ്പോഴും ഒരു ഊർജ്ജസ്വലത ഇല്ലാതെ, ഉറക്കം എപ്പോഴും ഒരു ഉറക്കം കൂടുതൽ, ആ രീതിയിലോ അല്ലെങ്കിൽ മലം പോകാനുള്ള ബുദ്ധിമുട്ട്, മലബന്ധം, ഇങ്ങനത്തെ രീതിയിൽ ഈ പല വേഗമായിട്ടുള്ള ജനറൽ സിംറ്റംസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇതിൽ തൈറോയിഡിൻ്റെ മുഴകൾ ഉണ്ടാവണം എന്നില്ല. ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടല്ലോ, നമുക്ക് ദോഷകരമായി ബാധിക്കുന്ന ഇത്തരം സിംറ്റംസ്, ഇത് കൂടുതൽ മെയിൽ ഫീമെയിൽ അങ്ങനെ റേഷ്യോ ഉണ്ട്, ഇത് കൂടുതൽ കണ്ടെത്തുന്ന ആരിലാണ്? തൈറോയിഡ് പ്രവർത്തനത്തിൻ്റെ വ്യതിയാനങ്ങൾ കൂടുതലും ഫീമെയിൽസിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ തൈറോയിഡ് മുഴകൾ മെയിൽസിലും വരുന്ന അവസ്ഥകളും മെയിൽസിൻ്റെതായിട്ടും വരാം. പക്ഷേ എന്നാലും ആ ഒരു റേഷ്യോ നോക്കുമ്പോൾ കൂടുതലും ഫീമെയിൽ പ്രിപ്പോണ്ടറൻസ് ആണുള്ളത്. ഓക്കെ. മാം, ഇത് നമ്മളിപ്പം വളരെ അപ്പിയറൻസ് ആയിട്ട് കാണുന്ന വിഷ്വലൈസ് ചെയ്യുന്ന മുഴകളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? സാധാരണ ഗതിയിൽ ഈ കഴുത്തിന് മുൻവശത്തായിട്ട് മുഴകളായിട്ടാണ് പ്രത്യക്ഷപ്പെടുക. പെട്ടെന്ന് നോട്ട് ചെയ്യും, അല്ലെങ്കിൽ ആൾക്കാർ പറയും നമ്മളോട്, നിങ്ങളുടെ കഴുത്തിന് മുന്നിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ട്, അത് പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണല്ലോ. ഇങ്ങനെ തൈറോയിഡ് ഗ്രന്ഥിയിൽ മുഴകൾ എന്തെങ്കിലും കണ്ടാൽ സർജൻ്റെ അടുത്ത് വന്നിട്ട് അതിൻ്റെ ഒരു പ്രോപ്പർ ഇവാലുവേഷൻ, അതൊരു സ്റ്റേജ് വൈസ്, ഒരു സ്റ്റെപ്പ് വൈസ് ഇവാലുവേഷൻ ആണ്. ആദ്യം ഡോക്ടർ രോഗിയെ പരിശോധിച്ചതിന് ശേഷം മുഴകളുടെ ആ ഒരു സിറ്റുവേഷനും ആ ഒരു പൊസിഷൻ, അതിൻ്റെ ഒരു നമ്പർ, ഇതെല്ലാം ഡോക്ടറിന് ഏകദേശം ഒരു അനുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നു. അതിനുശേഷം സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ് പരിശോധനയ്ക്ക് യോഗ്യ വിധേയമാക്കും. അൾട്രാസൗണ്ടിൽ നമുക്ക് ഏകദേശം ഈ മുഴകളുടെ ആ ഒരു ക്യാരക്ടർ കുറച്ചും കൂടി ഡിഫൈൻ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയും. അതിനുശേഷം മുഴകളുടെ ആ ഒരു സെല്ലുലർ, അതൊരു ബയോളജി സ്ഥിരീകരിക്കാനായിട്ട് കുത്തിപ്പരിശോധന അഥവാ FNAC ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം കൂടാതെ തൈറോയിഡ് പ്രവർത്തനം, ഈ പ്രത്യേകിച്ച് ഈ FNAC ചെയ്യുന്നതിന് മുമ്പായിട്ട് തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ പ്രവർത്തനവും നമ്മൾ നോക്കണം. പ്രവർത്തനം നോക്കുന്നത് സിമ്പിളായിട്ടുള്ള തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, അതൊരു ബ്ലഡ് ടെസ്റ്റാണ്. അതിൽ തൈറോയിഡ് ഹോർമോൺസിൻ്റെ ആ ഒരു സ്റ്റാറ്റസാണ് നമ്മൾ നോക്കുന്നത്. തൈറോയിഡ് ഹോർമോൺസിൻ്റെ വ്യതിയാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതിൽ ഹൈപ്പർ തൈറോയിഡ് ആണോ അതോ ഹൈപ്പോ തൈറോയിഡ് ആണോ എന്നുള്ളത് സ്ഥിരീകരിക്കാനാവും. ഇതിൽ വ്യതിയാനങ്ങളൊന്നുമില്ലാതെ തന്നെ തൈറോയിഡിൻ്റെ മുഴ തൈറോയിഡ് ക്യാൻസർ പോലുള്ള അവസ്ഥയിലും കാണാറുണ്ട്. ഓക്കെ. ഡോക്ടർ, നമ്മൾ സാധാരണ ഇതൊരു മെഡിക്കൽ മാനേജ്മെൻറ്റിൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഈ പറയുന്ന ദോഷകരമായ അവസ്ഥകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും.
തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് പ്രവർത്തനം നമ്മൾ കൺട്രോൾ ചെയ്ത് ലെവലായിക്കൊണ്ട് തൈറോയ്ഡ് ഹോർമോൺ എന്നുള്ളത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ എല്ലാ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സിലും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഹോർമോണാണ്. ഒരുവിധം എല്ലാ ഒരു പ്രക്രിയകളിലും നമ്മുടെ ശരീരത്തിലുള്ള ആന്തരിക പ്രക്രിയകളിലും ഈ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അപ്പം ഇതില്ലാതെ വന്നാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അളവ് കൂടിക്കഴിഞ്ഞാലും ഈ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം ആദ്യം തന്നെ ലെവലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യേണ്ടത്. അതിൽ ഡെഫിനറ്റായിട്ട് അത് മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ ഗുളിക രൂപത്തിൽ സപ്ലിമെൻറ്റ് ചെയ്യും. അതിൻ്റെ അളവ് ഒരു 2 മാസം കൂടുമ്പോൾ ഈ ഒരു രക്തപരിശോധന റിപ്പീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കഴിക്കേണ്ട ഹോർമോണിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ അതിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തും. അതുകൂടാതെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള തൈറോയ്ഡ് ഗ്രന്ഥിൻ്റെ ആ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് അത് വേറെ തന്നെ ടാബ്ലറ്റ്സ് ആണ്, അതും കൊടുക്കും. ഓക്കെ, നമ്മൾ ഒരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുള്ളൂ. അങ്ങനെ ഒരു സ്റ്റേജ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഗ്രന്ഥിയുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷൻ രൂപത്തിൽ വരുന്നത് മുഴകളുടെ വലിപ്പം കൂടുതലായി അതിലൊരു പ്രഷർ ഇഫക്റ്റ്, അതായത് ഈ തൈറോയ്ഡ് ഗ്രന്ഥി കഴുത്തിന് മുൻവശത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ ട്രക്കിയ ശ്വാസനാളി, അതിന് ബാക്കിലായിട്ട് ഈ ഫുഡ് പൈപ്പ് ഈസോഫാഗസ് ഇങ്ങനെയായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം കൂടുതൽ കാരണം ഈ അതിൻ്റെ പുറകിലുള്ള ഈ സ്ട്രക്ചേഴ്സിന് ഒരു കംപ്രഷൻ, ഒരു പ്രഷർ അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പം സ്വാഭാവികമായിട്ടും കഴുത്തിലൊരു അസ്വസ്ഥതയും ചിലപ്പം ശ്വാസഗതിയിലൊരു വ്യത്യാസങ്ങളും ഭക്ഷണം കഴിക്കുമ്പോൾ ഇറക്കുമ്പോൾ ഒരു ചെറിയൊരു തടസ്സം പോലെയും, കൂടാതെ ഈ ഗ്രന്ഥി വലുതായിട്ട് ചെസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം, ഒരു റിട്രോസ്റ്റേണൽ, അതായത് ചെസ്റ്റിൻ്റെ എല്ലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം വരെ വരാം. അപ്പോൾ ഈ ഒരു ഗ്രന്ഥിയുടെ സൈസ് ക്രമാതീതമായി കൂടുന്ന ഒരു അവസ്ഥ, ഇതൊരു ഇൻഡിക്കേഷനാണ് സർജറിക്ക്. കൂടാതെ സർജറി ചെയ്യുന്നത് തൈറോയ്ഡ് ക്യാൻസേഴ്സ്, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ FNAC പരിശോധന, ചെറിയ നീഡിൽ വെച്ചിട്ട് ഈ അതിൻ്റെ ബയോളജി സ്ഥിരീകരിക്കുന്നത്. ഈ FNACയിൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മുടെ സർജിക്കൽ മാനേജ്മെൻ്റ് ആണ് അതിൻ്റെ അടുത്തത്. അതുകൂടാതെ ഈ തൈറോയ്ഡൈറ്റിസ് അതായത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള തൈറോയിഡിൻ്റെ കണ്ടീഷനാണ്. അത് തീരെ കൺട്രോൾ ആവാത്തൊരവസ്ഥ അല്ലെങ്കിൽ അത് തീരെ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥിതിയിലും, കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിലുള്ള വ്യതിയാനങ്ങൾ, നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റിൽ അതൊന്ന് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിലും തൈറോയിഡിൻ്റെ സർജറിയാണ് റെക്കമെൻഡ് ചെയ്യാറ്. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പം അതൊരു ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്ന ചില സിംറ്റംസ് പറഞ്ഞില്ല. നമുക്ക് പെയിൻഫുൾ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ ഡയഗ്നോസിനൊക്കെ വിധേയമാകും. പക്ഷെ നമുക്കത് വളരെ സൈലൻ്റ് ആയിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി അത് സ്വെല്ലിംഗ് കൊണ്ട് നമുക്കതൊരു പെയിൻഫുൾ ആയിട്ട് വരുന്നില്ല, നമ്മളത് അത്ര ഇഗ്നോർ ചെയ്യുന്നുണ്ട് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ടോ? അങ്ങനെയല്ല, തൈറോയിഡിൻ്റെ ക്യാൻസേഴ്സ് ജനറലി വരുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള 2 ടൈപ്പ് ക്യാൻസേഴ്സും പെയിൻലെസ് ആയിരിക്കും, വേദന ഉണ്ടാവാറില്ല, തുടക്കത്തിൽ അത് വേദന ഉണ്ടാവാറില്ല. അപ്പോൾ തൈറോയിഡിൻ്റെ ഏത് മുഴകൾ കണ്ടാലും അതിൻ്റെ ആ ഒരു സ്ഥിരീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കാട്ടും അതിൻ്റെ ആ ഒരു ഡയഗ്നോസിസ് കറക്റ്റായിട്ട് വരണം. അപ്പം നമ്മൾ എത്ര ചെറിയ മുഴയാണെങ്കിലും മുഴ നമ്മൾ ശ്രദ്ധിക്കപ്പെടുവാണെങ്കിൽ സർജറി ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ ഒരു സ്ഥിരീകരണം, അതിൻ്റെ ഒരു FNAC ടെസ്റ്റ് വരെ ചെയ്തിട്ട് ബാക്കി അൾട്രാസൗണ്ട്, തൈറോയിഡിൻ്റെ പ്രവർത്തനം, തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ്, കൂടാതെ FNACയും ചെയ്തിട്ട് ഈ മുഴ ഏത് തരത്തിലുള്ള മുഴയാണ്, ക്യാൻസറിൻ്റെ രീതിയിലുള്ള ആരംഭമോ തുടക്കമോ അല്ല അതിൻ്റെ ഫീച്ചേഴ്സോ കാണുന്നുണ്ടോ എന്നുള്ളതും സ്ഥിരീകരിക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ സർജിക്കൽ പ്രൊസീജിയറിലൂടെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള തൈറോയിഡ് സ്വെല്ലിംഗ് ആയിട്ടുള്ള ആ മുഴകൾ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ മുഴകൾ വരാനുള്ളൊരു സാധ്യത ഇൻ ഫ്യൂച്ചറിലുണ്ടാവും? അതായത് അത് തൈറോയിഡിൻ്റെ മുഴകൾ ഏത് തരം മുഴകളാണ് എന്നനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതായത് ടോട്ടൽ തൈറോയിഡക്ടമി ആണോ, അതായത് കംപ്ലീറ്റ് ആയിട്ട് തൈറോയിഡിൻ്റെ റിമൂവലാണോ, അതോ പാർഷ്യലായിട്ട് അതിൻ്റെ ഒരു റിമൂവലാണോ എന്നുള്ളത്. ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മുഴകൾ വരില്ല, അത് കാരണം ഗ്രന്ഥി മുഴുവനായിട്ട് നമ്മൾ നീക്കം ചെയ്യുന്നതല്ലേ. അപ്പോൾ ടോട്ടൽ തൈറോയിഡക്ടമി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുറച്ച് തുടർന്ന് ഹോർമോൺ സപ്ലിമെൻറ്റേഷനും കാര്യങ്ങളെല്ലാം
അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരുന്നു. അതെങ്ങനെ ബാലൻസ് ചെയ്യും മാം? ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ അത് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രന്ഥിയുടെ കോൺട്രിബ്യൂഷൻ, ആ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിൻ്റെ അല്ലെങ്കിൽ അത് ബോഡി അതെങ്ങനെയാണ് പിന്നീട് ബാലൻസ് ചെയ്യുന്നത്? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. തൈറോയ്ഡക്ടമി ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ടോട്ടൽ തൈറോയ്ഡക്ടമി ആണെങ്കിൽ അതിനുശേഷം എന്തായാലും ഈ തൈറോയ്ഡ് ഹോർമോൺ, അതായത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ശരീരത്തിൻ്റെ ശാരീരിക പ്രവർത്തനങ്ങളിലും വളരെയധികം ആവശ്യമുള്ള ഒരു ഹോർമോണാണ് അതൊരു നമ്മളൊരു ടാബ്ലറ്റ് ഒരു കെമിക്കൽ ടാബ്ലറ്റ് അങ്ങനെ കഴിക്കുന്ന പോലെ അത് കാണണമെന്നില്ല. അതൊരു ഹോർമോൺ സപ്ലിമെൻറ്റേഷൻ, ആ രീതിയിൽ അത് ആ ഒരു ടാബ്ലറ്റിനെ കാണേണ്ടതായിട്ടുള്ളൂ. അത് നിർബന്ധമായിട്ടും ടോട്ടൽ തൈറോയ്ഡക്ടമി ചെയ്ത രോഗികളിൽ ജീവിതകാലം മുഴുവൻ തൈറോയ്ഡ് ഹോർമോൺ സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അതിന് മറ്റ് സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അല്ല, അത് സൈഡ് എഫക്ട്സ് അല്ല, അത് കഴിക്കാതിരുന്നാലല്ലേ സൈഡ് എഫക്ട്സ്. അല്ല, സാധാരണ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടാബ്ലറ്റ് ത്രൂ ഔട്ട് ലൈഫിൽ കഴിക്കുമ്പോൾ ഉണ്ടാക്കാവുന്ന ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നല്ലോ. ഇത് അങ്ങനെ ഒരു ടാബ്ലറ്റ് അല്ലല്ലോ, ഇതൊരു തൈറോയ്ഡ് ഹോർമോൺ അല്ലേ. ഇത് കഴിച്ചില്ലെങ്കിൽ, അത് അതിന്റെ കറക്റ്റ് അളവിൽ കഴിച്ചില്ലെങ്കിലാണ് നമ്മുടെ ശരീരത്തിൽ മറ്റ് പല ബുദ്ധിമുട്ടുകളും അതിന്റെ ഇഫക്ട്സും അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. അത് ഒഴിവാക്കണമെങ്കിൽ അത് എറാഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യണം. തൈറോയ്ഡ് ഹോർമോൺ ലൈഫ് ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. നമ്മളിപ്പോൾ സാധാരണ ഏതൊരു സർജറി കഴിഞ്ഞാലും സർജിക്കൽ പ്രൊസീജിയർ കഴിഞ്ഞാൽ ചില ഫോളോ അപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു തൈറോയിഡിന്റെ റിമൂവൽ ചെയ്ത് കഴിഞ്ഞാൽ, തൈറോയിഡ് ഗ്രന്ഥിയുടെ റിമൂവൽ ഉണ്ടായി നമ്മൾ ചെയ്യേണ്ട ഫോളോ അപ്പ് എന്നത് എന്തൊക്കെയാണ്? മെഡിസിൻ എക്സെപ്റ്റ് മെഡിസിൻ ഒഴിച്ച് ബാക്കി വേറെ ഏതൊക്കെ തരത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ചും ഒരു തൈറോയ്ഡ് ക്യാൻസറിന് നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ, തൈറോയ്ഡ് ക്യാൻസർ ആണെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് വേണം. തൈറോയ്ഡ് ക്യാൻസർ ആണെങ്കിൽ ഈ തൈറോയ്ഡക്ടമി കൂടാതെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ റേഡിയോ അയഡിൻ സ്കാനിങ്, റേഡിയോ ആക്റ്റീവ് അയഡിൻ സ്കാൻ, അതൊരു ന്യൂക്ലിയർ ഇമേജിംഗ് ആണ്. അതൊരു സിംഗിൾ ടൈം പ്രൊസീജിയറാണ്. അതിൽ നമ്മൾ ചെറിയ ഡോസ് ഈ അയഡിൻ, റേഡിയോ ആക്റ്റീവ് അയഡിൻ ദേഹത്ത് കൊടുത്തിട്ട്, ഈ റേഡിയോ ആക്റ്റീവ് അയഡിൻ ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കഴുത്തിൽ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ തൈറോയിഡ് ഫോളിക്കിൾസോ തൈറോയിഡിൻ്റെ സെൽസോ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കഴലുകളിലേക്കോ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെങ്കിലോ കറക്റ്റായിട്ട് അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റേഡിയോ ആക്റ്റീവ് അയഡിൻ സ്കാൻ നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും അതിൻ്റെ ഒരു അംശം പോലും നിൽക്കുന്നുണ്ടെങ്കിൽ, ക്യാൻസർ പോലത്തെ ഉള്ള സെൽസ് നിൽക്കുന്നുണ്ടെങ്കിൽ റേഡിയോ ആക്റ്റീവ് അബ്ലേഷൻ തെറാപ്പി, അതിൻ്റെ ഒരു രണ്ടാമത്തെ സ്റ്റേജായിട്ട് അതിൻ്റെ ഫുൾ ഡോസ് റേഡിയോ ആക്റ്റീവ് അയഡിൻ കൊടുത്തിട്ട് അതിൽ തന്നെ ആ ബാക്കി സെൽസും ബാക്കി ടിഷ്യൂസ് എല്ലാം അതൊരു കരിച്ചു കളയാൻ വേണ്ടിയിട്ട് ആ റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി എടുക്കണം, പ്രത്യേകിച്ച് ക്യാൻസറിൽ. തൈറോയിഡ് മൂലം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. തൈറോയിഡ് ഗ്രന്ഥിയുടെ അല്ലെങ്കിൽ ആ സ്വെല്ലിംഗ് ഒക്കെ നമുക്ക് എന്തെങ്കിലും പ്രിവെൻറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഡിസിൻ പ്രിവെൻറ്റീവായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അയഡൈസ്ഡ് സോൾട്ട്, മുമ്പെല്ലാം നമ്മൾ അയഡൈസ്ഡ് സോൾട്ട് ആയിരുന്നില്ല. പ്രത്യേകിച്ചും ഈ പിന്നെ മലമുകളിലും അങ്ങനെ എൻഡമിക് ഗോയിറ്റേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ ഈ ഒരു അയഡിൻ സോയിലിൽ, നമ്മുടെ മണ്ണിൽ അയഡിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ സോൾട്ടെല്ലാം ഉപയോഗിക്കുമ്പോൾ അയഡൈസ്ഡ് സോൾട്ട്, അപ്പോൾ ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ അയഡൈസ്ഡ് സോൾട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അയഡിൻ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഒരു ഗോയിറ്റർ അത് ഒരു പരിധിവരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള ഗോയിറ്റേഴ്സ് ഇപ്പം കാണുന്നില്ല. അതുകൂടാതെ വേറെ മെഷേഴ്സ് പറയുന്നത് ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാബേജ് കോളിഫ്ലവർ പോലത്തെ നമ്മൾ സാധാരണ അവോയ്ഡ് ചെയ്യാൻ, എല്ലാ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസും അല്ല, മെയിൻലി ബ്രൊക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെ ആ ടൈപ്പ് വെജിറ്റബിൾസ് അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ അമിതമായിട്ടുള്ള സ്വെല്ലിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ശരീരത്തിൽ ഏത് ഭാഗത്ത് മുഴകളോ അല്ലെങ്കിൽ അല്പം സ്വെല്ലിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് പേടിയുണ്ടാകും. കാരണം ഇത് ക്യാൻസർ ആണോ എന്നുള്ളൊരു പേടിയുണ്ടാകും. പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് തൊണ്ടയുടെ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് കൊണ്ട് അത് കൂടുതൽ ചിലപ്പോൾ പേടി ഉണ്ടാക്കേണ്ട സാഹചര്യമുണ്ട്. അതിനെങ്ങനെയാണ് ഡോക്ടർ കാണുന്നത്? അത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു മെഡിക്കൽ ഇതിൽ പറയുന്നത് വൺ ഓഫ് ദി ഗുഡ് ക്യാൻസേഴ്സ്, അതായത് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ക്യാൻസേഴ്സിൽ നമുക്ക് ഏറ്റവും ഈസിലി നമുക്ക് ക്യൂറബിളും ട്രീറ്റ് ചെയ്യാനും കൂടാതെ ട്രീറ്റ്മെൻറ്റും വളരെ ലളിതമായിട്ട്, അതായത് കമ്പാരിറ്റീവ്ലി കുറച്ച് സിംപിളർ ട്രീറ്റ്മെൻ്റ് ആണ് ബാക്കി ക്യാൻസേഴ്സിനെ സംബന്ധിച്ചോളം. മാത്രമല്ല ക്യൂറിങ് റേറ്റ് ഭയങ്കര കൂടുതലാണ്, ഹൈ ആണ്. അപ്പം ആ ഒരു രീതിയിൽ ഫോളോ അപ്പും നമുക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഫോളോ അപ്സോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഈവൺ ഇഫ് ഗ്രേഡ് കുറച്ച് വലുതാണെങ്കിൽ പോലും വളരെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് നല്ല റെസ്പോൺസ് ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ് തൈറോയ്ഡ് ക്യാൻസേഴ്സ്. അപ്പം മാത്രവുമല്ല വേറൊരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ ഒരു കീമോ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും തൈറോയ്ഡ് മാലിഗ്നൻസി സാധാരണ കാണുന്ന തൈറോയ്ഡ് മാലിഗ്നൻസീസിൽ നമ്മൾ എടുക്കാറില്ല. ഡയറക്റ്റ് സർജിക്കൽ പ്രൊസീജിയർ ഫോളോഡ് ബൈ ഞാൻ ഈ പറഞ്ഞ പോലെ റേഡിയോ ആക്റ്റീവ് അയഡിൻ. അത് സാധാരണ റേഡിയേഷൻ പോലെ അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ സിറ്റിങ്സോ പല സിറ്റിങ്സോ അങ്ങനെയൊന്നുമല്ല. അതൊരു സിംഗിൾ സ്റ്റേജ് ട്രീറ്റ്മെൻ്റ് ആണ്, ഒരു സിംഗിൾ ടൈം റേഡിയോ ആക്റ്റീവ് അയഡിൻ അബ്ലേഷൻ. ഓക്കെ. ഡോക്ടറെ നോക്കും, അത് ഏത് ക്യാൻസർ ആയാലും ശരീരത്തിൽ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് മറ്റു പല ഭാഗത്തും ഉണ്ടോ അല്ലെങ്കിൽ സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ക്യൂറബിൾ ആയാലും ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ആയതായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകാറുണ്ട്. തൈറോയിഡിന് ഈ പറഞ്ഞ രീതിയിൽ ആ ഒരു പ്രത്യേകിച്ച് ത്രോട്ടിൻ്റെ ആ സൈഡ് ആയതുകൊണ്ട് തൈറോയ്ഡ് ഗ്രന്ഥി അതിൻ്റെ ക്യാൻസർ കുറച്ച് വലുതാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈവൺ ഇഫ് മെറ്റാസ്റ്റാറ്റിക് ആണെങ്കിൽ പോലും സ്പ്രെഡ് ചെയ്താൽ പോലും അത് ക്യൂറബിൾ ആണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്. ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ടില്ല എന്നത് നമ്മൾ ഡയഗ്നോസിൽ റൂൾ ഔട്ട് ചെയ്യണം. ഡെഫിനറ്റ്ലി. ആദ്യം നമ്മൾ ചെയ്യുന്നത് തൈറോയ്ഡക്ടമി ചെയ്തതിന് ശേഷം നമ്മൾ ഈ റേഡിയോ ആക്റ്റീവ് അയഡിൻ സ്കാൻ ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ ചെറിയൊരു ട്രേസർ ഡോസ്, ഒരു ചെറിയ അയഡിൻ ഡോസ് കൊടുക്കുക ചെയ്യും. ആ ഡോസിൽ കൂടെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇതിന്റെ സെൽസ് ഉണ്ടോ എന്നുള്ളത് അറിയാം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ, അത് ഇല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെന്റ് വേറെ കണ്ടിന്യൂ ചെയ്യണ്ട, ആകെ ഫോളോ അപ്പ് മാത്രം മതി. പിന്നെ തൈറോയ്ഡ് ഹോർമോണിന്റെ അളവിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അതിനുശേഷം അഥവാ സ്പ്രെഡായ രീതിയിൽ എന്തെങ്കിലും ഇതിൽ കാണുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ സ്കാനിങ്ങിൽ കാണുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് റേഡിയോ ആക്റ്റീവ് അബ്ലേഷൻ തെറാപ്പി, അതും ഒരു സിംഗിൾ ടൈം തെറാപ്പിയാണ്. അതിൽ സാധാരണ റേഡിയേഷൻ്റെ മൾട്ടിപ്പിൾ റേഡിയേഷൻ്റെ ഇഫക്ട്സോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. മാത്രമല്ല അത് വളരെ റേഡിയോ സെൻസിറ്റീവ് ആയിട്ടുള്ള, ഈ റേഡിയോ ആക്റ്റീവ് അയഡിന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്യൂമറും കൂടിയാണ്. ഓക്കെ. ഡോക്ടർ, ആ പ്രൊസീജിയർ വളരെ സ്പെസിഫിക് ആയിട്ട് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ മാത്രം ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ്, ഇപ്പം ഡോക്ടർ പറഞ്ഞില്ലേ ആ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് സാധാരണ നമ്മൾ സാധാരണ റേഡിയേഷൻ ചെയ്യുന്നത് പോലെ തന്നെ അല്ലാതെ ഫർദറായിട്ട് ഇതിനുള്ള ബെനിഫിറ്റ് എന്താണ്? അതെ, ഇത് വളരെ പ്രിസൈസ് ആണ്. അത് ആ സെൽസ്, അതായത് ഈ തൈറോയ്ഡ് സെൽസ് മാത്രമേ ഈ റേഡിയോ ആക്റ്റീവ് അയഡിനെ കൂടുതൽ ആഗിരണം ചെയ്യുള്ളൂ. ബാക്കി നമ്മുടെ സാധാരണ സെൽസ് ഒന്നും അത്ര റിച്ചായിട്ട് അത്ര കൂടുതലായിട്ട് ഇതിനെ ആഗിരണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സെൽസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റേഡിയേഷൻ, ഈ ഒരു റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി വരുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഡോക്ടർ സൂചിപ്പിച്ചതിൽ ഇപ്പം നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ക്യാൻസർ വരികയാണെങ്കിൽ ബെസ്റ്റ് ഇൻ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് ക്ലിയർ ചെയ്യാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അത് ഏർലി സ്റ്റേജിൽ അല്ലെങ്കിൽ പോലും പെട്ടെന്ന് ക്ലിയർ ചെയ്യാനും നല്ല ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് ഉണ്ടാക്കുന്ന, റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ക്യാൻസറാണിത്. ഓക്കെ. അപ്പോൾ നമുക്കത് ഏർലി സ്റ്റേജിൽ ഇപ്പം നമ്മളതിനെ തള്ളിക്കളയേണ്ട അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യേണ്ട. നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ അല്ലെങ്കിൽ അവിടുത്തെ സ്വെല്ലിങ് എന്നത് ശരീരത്തിന് മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മളത് ഏർലി സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അത് എന്തുകൊണ്ടും അതെ, എല്ലാത്തിലും അതിലിപ്പോൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഏത് ഇതാണെങ്കിലും നമുക്കൊരു ഏർലി ആയിട്ട് നമുക്കൊരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എല്ലാത്തിനും നമുക്ക് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഇൻ ഫ്യൂച്ചറിലുണ്ട് എന്ന് ഡോക്ടർ സൂചിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ പ്രേക്ഷകർ വിചാരിക്കണം നമുക്കത് ഒന്ന് ഇഗ്നോർ ചെയ്യേണ്ടതല്ല. എല്ലാ രോഗത്തെ പോലെ തന്നെ അത് തൈറോയിഡിന്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ, അതായത് മുഴകളായിട്ടോ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുവാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിച്ച്, സർജറി ഡോക്ടറെ സമീപിച്ച് ബാക്കി അതിൻ്റെ ഒരു രോഗസ്ഥിരീകരണം അത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പം ഒരു ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിപ്പോൾ ഏത് ഡോക്ടറെ കാണുന്നുള്ളത് സ്വാഭാവികമായിട്ടും പേഷ്യന്റിന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിലുള്ള വേരിയേഷൻ പെട്ടെന്ന് രോഗിക്ക് ഈ തൈറോയ്ഡ് ഗ്രന്ഥിന്റെ ആണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. സാധാരണ രീതിയിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് സാധാരണ ജനറൽ മെഡിസിൻ ഡോക്ടർമാരാണ് അത് കണ്ടെത്തുന്നത്. മുഴകളുള്ള കേസസിലാണെങ്കിൽ സർജറി ഡോക്ടറോ ENT ഡോക്ടറെയാണ് രോഗികളെ സമീപിക്കാറ്. ആരെ കാണിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു സ്ഥിരീകരണം 2-3 സ്റ്റെപ്പ് വൈസ് നമ്മൾ കൃത്യമായിട്ട് ആ രോഗസ്ഥിരീകരണം നടത്തിയതിന് ശേഷം ട്രീറ്റ്മെൻറ്റ്, മെഡിക്കലോ അല്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു തരും. പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ. മീഡിയ ട്രാക്ക് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ച കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ആരതി രാകേഷിൻ്റെ കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു.